PFI തീവ്രവാദ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രധാന പ്രതികളിൽ ഒരാളായ ടി എ അയൂബ് കോടതിയിൽ കീഴടങ്ങിയതിന് പിന്നാലെ റിമാൻഡിലായി. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഇയാൾ വർഷങ്ങളോളം ഒളിവിൽ കഴിയുകയായിരുന്നു. PFIയുടെ ആയുധ പരിശീലകനായിരുന്നു ഇയാളെന്ന് NIA സംഘം പറയുന്നു. PFI തീവ്രവാദ കേസിലെ 69ാം പ്രതിയാണ് ടി എ അയൂബ്. കൊച്ചി എടമനക്കാട് സ്വദേശിയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു NIA. കഴിഞ്ഞ വർഷങ്ങളോളമായി ഇയാൾ ഒളിവിൽ കഴിഞ്ഞ് വരികയായിരുന്നു. ഇതിനിടയിലാണ് കൊച്ചി NIA കോടതിയിൽ അയൂബ് കീഴടങ്ങിയത്. അതിനുശേഷം അയൂബിനെ കോടതി റിമാൻഡ് ചെയ്തു. ഇനി NIA ഉദ്ദേശിക്കുന്നത് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങണം, വിശദമായി തന്നെ ചോദ്യം ചെയ്യണം. ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇയാളിൽ നിന്ന് NIAക്ക് അറിയേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഇയാളെ ഒളിവിൽ കഴിയാൻ ആരൊക്കെ സഹായിച്ചു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണവും ഉണ്ടാകും. NIAക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇയാൾ കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് ഏറെക്കാലവും ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഇയാൾക്ക് ഒളിത്താവളങ്ങൾ ആരൊക്കെയാണ് ഒരുക്കിയത് എന്നത് സംബന്ധിച്ചുള്ള പരിശോധനയാണ് മറ്റൊന്ന് നടത്തുന്നത്. അതിൽ ചില സൂചനകൾ NIAക്ക് ലഭിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒട്ടനവധി വിവരങ്ങൾ NIAക്ക് മുന്നിലേക്ക് ഇതിനോടകം വന്നിട്ടുണ്ട്. ഒന്ന്, ഇയാൾ PFIയുടെ ആയുധ പരിശീലകനായിരുന്നു. ഇയാൾ പലർക്കും ഇത്തരത്തിൽ ആയുധ പരിശീലനം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, പാലക്കാട്ടെ RSS നേതാവായിരുന്ന ശ്രീനിവാസന്റെ വധക്കേസ്, ആ ശ്രീനിവാസൻ വധക്കേസും ഈ PFI തീവ്രവാദ കേസും കൂടി ക്ലബ് ചെയ്താണ് NIA അന്വേഷിക്കുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതികൾ, അതായത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് ഇയാൾ ആയുധ പരിശീലനം നൽകിയിട്ടുണ്ട് എന്നതാണ് NIAയുടെ കണ്ടെത്തൽ. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് NIA നടത്തി മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല, ഇയാളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് 7 ലക്ഷം രൂപ ഇനാമും നേരത്തെ NIA പ്രഖ്യാപിച്ചിരുന്നു. അതിനിടെ ആ ഘട്ടത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇപ്പോൾ ഇയാൾ സറണ്ടർ ചെയ്യുകയും അതിനുശേഷം റിമാൻഡിലാവുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ 71ഓളം പ്രതികൾക്കെതിരെ ചാർജ് ഷീറ്റ് ഈ കേസിൽ കൊടുത്തിരുന്നതാണ്. ഇനിയും 3 പേർ കൂടി വലയിലാകാനുണ്ട് എന്നതാണ് NIA സംഘം വ്യക്തമാക്കുന്നത്. ഇയാൾ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇയാൾ ഇപ്പോൾ സറണ്ടർ ചെയ്ത് റിമാൻഡിൽ പോയിട്ടുണ്ട്. ആ 3 പേർക്കായിട്ടുള്ള അന്വേഷണവും നടത്തുന്നു. അവർ ഒളിവിലാണ് എന്നതാണ് NIA സംഘം പറയുകയും ചെയ്യുന്നത്. മാത്രമല്ല, NIAക്ക് ഈ അന്വേഷണ മധ്യേ മറ്റൊരു കാര്യം ബോധ്യമായിരുന്നു. അപായപ്പെടുത്തുക ലക്ഷ്യമിട്ടുകൊണ്ട് ഈ എതിരാളികളുടെ ഹിറ്റ് ലിസ്റ്റ് അത് ഈ PFI തയ്യാറാക്കിയിരുന്നു എന്നത് സംബന്ധിച്ചുള്ള കാര്യം. അങ്ങനെ പരിശോധന ഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള ചില ഹിറ്റ് ലിസ്റ്റുകൾ NIA പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇയാളുടെ പക്കൽ നിന്ന് അത്തരത്തിലൊരു ഹിറ്റ് ലിസ്റ്റ് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നതാണ് NIA സംഘം പറയുന്നത്. അതിൽ കൊച്ചിയിലെ ചില സംഘപരിവാർ നേതാക്കളുടെ പേരുകളാണ് ഉണ്ടായിരുന്നതെന്നും NIA സംഘം വ്യക്തമാക്കുകയാണ്. എന്തായാലും വിശദമായിട്ടുള്ളൊരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് NIA ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ PFI കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി നേതാക്കളുടെ കൂട്ടറസ്റ്റ് NIA നടത്തിയിരുന്നു. അതിനുശേഷമാണ് PFIയുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള ചില തെളിവുകൾ NIAക്ക് മുന്നിലേക്ക് വരുന്നത്. തുടർന്നാണ് PFIയെ കേന്ദ്രം നിരോധിക്കുന്നത്. അതിനുശേഷം ആണ് ഈ കേസ് അന്വേഷണവുമായി PFI തീവ്രവാദ കേസ് എന്ന തലത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. ഒട്ടനവധി നേതാക്കൾ നേരത്തെ അറസ്റ്റിലാവുകയും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ കേസിൽ സുപ്രധാന ഘട്ടങ്ങളിലൂടെ അന്വേഷണം മുന്നോട്ട് പോയി ഇപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ കൂടുതൽ പേർ ഇത്തരത്തിൽ NIAക്ക് മുന്നിലേക്ക് എത്തുന്നത്. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.